മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് 2026 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എങ്ങനെ, നിങ്ങളുടെ കരിയർ ആൻഡ് റിലേഷൻഷിപ്പ്. വരുന്ന ഫെബ്രുവരി 2026 നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുതരുന്ന വലിയ മാറ്റങ്ങളോട് കൂടിയ ഒരു മാസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി ഈ ഒരു റീഡിങ്ങുമായി കണക്ട് ചെയ്യുക. സമാധാനമായിരുന്ന് അല്പം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത ശേഷം ഈ ഒരു റീഡിങ്ങിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യം നമുക്ക് നിങ്ങളുടെ കരിയർ നോക്കാം. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ വേൾഡ് കാർഡാണ്. വലിയ ഒരു കംപ്ലീഷനെ സൂചിപ്പിക്കുന്നു, വലിയ ഒരു പൂർത്തീകരണം. കരിയറിൽ ദ വേൾഡ് വന്നത് ഒരു സൂചനയാണ്. നിങ്ങൾ ഒരുപാട് കാലമായി പരിശ്രമങ്ങൾ, കഷ്ടപ്പാടുകൾ, മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഒക്കെ നിങ്ങളുടെ കരിയറിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതെല്ലാം ഒരു കംപ്ലീഷൻ പോയിന്റിലേക്ക് എത്തുന്നു എന്ന് കാണിക്കുന്നു, പൂർത്തീകരിക്കുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സൈക്കിൾ അത് എൻഡാകുന്നു. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കരിയറിലുള്ള സ്ട്രഗിൾ ഇനി അതേ രീതിയിൽ തുടരില്ല. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഫെബ്രുവരി 2026 ഒരു ജോബ് ചേഞ്ച് വരാം. ന്യൂ റോളിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യാം. ഒരു പ്രൊമോഷൻ, ന്യൂ റെസ്പോൺസിബിലിറ്റി, ചുമതലകൾ, റെക്കഗ്നീഷൻ, പ്രൊമോഷൻ. ചിലർക്കിത് ഒരു സ്വയം തൊഴിൽ മേഖലയിലേക്ക് പുതിയതായിട്ടുള്ള ചില കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു എന്ന് കാണിക്കുന്നു. അതായത് നിങ്ങൾ റെഡിയാവുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക്. കിങ് ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആൻഡ് സ്റ്റെബിലിറ്റിയാണ്. കരിയറിൽ കിങ് ഓഫ് കപ്സ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് ഉയരുന്നു. അതായത് ആ മേഖലയിൽ ഒരു ഗ്രോത്ത് കാണിക്കുന്നു. നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഒരു പാനിക്കായിട്ടുള്ള സിറ്റുവേഷൻ അത് കുറയുന്നു. ഇമോഷണൽ കൺട്രോളൊക്കെ നിങ്ങൾക്ക് വർദ്ധിക്കും. ഡിസിഷൻ മേക്കിംഗ് ക്ലാരിറ്റി വരും. കാരണം ഇമോഷൻസിനെ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നിരിക്കും. നിങ്ങളുടെ മേലധികാരി, സീനിയേഴ്സ്, ക്ലയൻറ്റ് എല്ലാവരോടും നിങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഒരു കാമായിട്ടുള്ള ഒരു അതോറിറ്റി വരുന്നു എന്ന് കാണിക്കുന്നു. നിങ്ങൾ ഒരിക്കലും ഇനി റിയാക്ട് ചെയ്യില്ല, പക്ഷെ റെസ്പോണ്ട് ചെയ്യും. ഇത് ഒരു കരിയർ സക്സസിന് വളരെ വലിയ ഒരു കീ ആണ്. എംപ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു അബണ്ടൻസ് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. അതായത് ഫെബ്രുവരി 2026 മുതൽ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു, ഫിനാൻഷ്യലായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നു. ഈ ഒരു എനർജി ഇവിടെ വളരെ ശക്തമാണ്. ഇൻകം സ്ലോലി ഇൻക്രീസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ കോൺഫിഡൻസ് ഒക്കെ നിങ്ങൾക്ക് വരും. ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ചെയ്യും. ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് എല്ലാം മോണിറ്റൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. പർട്ടിക്കുലർലി മാർക്കറ്റിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾ, ബിസിനസ്, കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റീവ് ലൈൻ, അതല്ലെങ്കിൽ സർവീസ് സെക്ടർ, ഇവയിലുള്ളവർക്കെല്ലാം തന്നെ വളരെ നല്ലൊരു ഫേസ് ആണെന്ന് കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ കഴിവ് ഏത് മേഖലയിലാണെന്ന് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ശരിക്കും റിയൽ പൊട്ടൻഷ്യലൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സമയം. നെക്സ്റ്റ് വന്നിരിക്കുന്ന 5 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് ഒരു ഡീപ്പ് മെസ്സേജാണ്. നിങ്ങൾ മുൻകാലത്ത് അനുഭവിച്ച ഫിനാൻഷ്യൽ ഇൻസെക്യൂരിറ്റി, റിജക്ഷൻ, അതല്ല എങ്കിൽ ഒരു അണ്ടർ വാല്യുവേഷൻ, നിങ്ങളുടെ വില കുറച്ച് കാണിക്കുക, ഇവയെല്ലാം മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ക്യാരി ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. പണത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ സ്റ്റെബിലിറ്റി മോഡിനെ, ജോബ് സെക്യൂരിറ്റി, ഇവയെല്ലാം പറ്റി നിങ്ങൾക്കൊരു ഇന്നർ ഫിയർ ഉണ്ട്, അകത്തുണ്ട്, പുറമേ കാണിക്കുന്നില്ല. ഇതിനുള്ള ഗൈഡൻസ് ആയിട്ട് പറയുന്നത് ഒരു സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റിൽ നിന്ന് നിങ്ങൾ അബണ്ടൻസ് മൈൻഡ് സെറ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. കരിയറിനെ സംബന്ധിച്ച് ഫെബ്രുവരി 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്ക് നിങ്ങൾ ഉയരുന്നു. കരിയറിൽ ഗ്രോത്ത് വരുന്നു. അതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് സ്ട്രഗിൾ ചെയ്തിരുന്ന കുറച്ച് ആളുകളുടെ എനർജി കാണിക്കുന്നുണ്ട്. ബിസിനസ്സിലൊരു ലോസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കാരണമൊക്കെ കണ്ടുപിടിച്ച് അതിനെ മറികടന്ന് പോകാനുള്ള ഒരു ഹീലിംഗ് ഫേസിലാണ് നിങ്ങളിപ്പോൾ എന്ന് കാണിക്കുന്നുണ്ട്. പഴയ ആ ഒരു പേടിയെല്ലാം തന്നെ റിലീസ് ചെയ്ത് വിടുക. നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് ശരിക്കും മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുകയും വേണം. സ്വാഭാവികമായിട്ട് വരുന്ന നല്ല നല്ല ചേഞ്ചസിനെ എല്ലാം തന്നെ കരിയറിൽ അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് റീഡിങ്ങിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. റിലേഷൻഷിപ്പിൽ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എന്നത് നിങ്ങളുടെ ഒരു ഹേർട്ട് എനർജിയെ സൂചിപ്പിക്കുന്നു. നിങ്ങൾ വളരെ ലോയലാണ്, വളരെ കെയറിങ് ആണ്. അതായത് നിങ്ങളൊരു ബന്ധത്തിലേക്കൊക്കെ പോകുമ്പോൾ വളരെ ഡീപ്പായിട്ട് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആളാണെന്ന് കാണിക്കുന്നു. ബന്ധത്തിനെയൊക്കെ ഒരു വളരെ സേക്രഡായി, പരിശുദ്ധമായി കാണുന്ന ആളുകളുടെ എനർജിയും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു കാഷ്വൽ ലവിനെ അല്ല ഇഷ്ടപ്പെടുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 99% ആളുകളും ഒരു സോൾ കണക്ഷനാണ് തേടുന്നത് എന്ന് കാണിക്കുന്നു. ഞാനൊരു സ്നേഹം ഒരാൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ഞാനത് വളരെ ഡീപ്ലി, വളരെ ആഴത്തിൽ എനിക്കുള്ളതെല്ലാം സമർപ്പിച്ച് സ്നേഹിക്കും എന്ന് തന്നെ കാണിക്കുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 10 ഓഫ് സോർട്സ് ആണ്. ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എൻഡിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചില ആളുകളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു ബ്രൂട്ടൽ ട്രൂത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ കഠിനമായിട്ടുള്ള ഒരു സത്യം.
റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ശരിക്കും ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിൽ ഒരു പെയിൻഫുൾ വേയിൽ നിന്നും ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു എൻഡിങ് ആണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ ഒരു ഓൾഡ് ലവറായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും മറക്കാതെ മനസ്സിൽ കിടക്കുന്ന സമൺ എൽസ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഫെബ്രുവരി 2026 എന്ന് പറയുന്നത് ഒരു ക്ലോഷർ മന്താണ്. ശരിക്കും കരയുന്ന ഒരു മാസം. ആക്സെപ്റ്റ് ചെയ്യുന്നു ചില സത്യങ്ങൾ, ചില കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്ത് വിടേണ്ട ഒരു ഘട്ടവും. ഇതൊരു യൂണിവേഴ്സിൻ്റെ ഒരു ക്രൂവൽറ്റി ഒന്നുമല്ല, ശരിക്കും നിങ്ങളോട് കാണിക്കുന്ന ഒരു കരുണയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ബന്ധത്തിലെ ആ ഒരു പാഠമൊക്കെ മനസ്സിലാക്കി ശരിക്കും ഒന്ന് ഹീലായി നിങ്ങൾ നിങ്ങളുടെ സെൽഫ് വർത്ത് തിരിച്ചറിയണം എന്നുള്ള ആ ഒരു മേഴ്സി, ആ ഒരു ദയയാണ് നിങ്ങളോട് കാലം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചില എൻഡിങ് ഒന്നും ഇല്ലാതെ ഒരു ന്യൂ ബിഗിനിങ് ഒരിക്കലും പോസിബിൾ അല്ല. ദ ഫുൾ കാർഡ് വരുന്നത് ന്യൂ ബിഗിനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അതായത് ഒരു ഫ്രഷ് സ്റ്റാർട്ടിനെ സൂചിപ്പിക്കുന്നു, വളരെ നിഷ്കളങ്കമായ ഒരു ന്യൂ ജേണിയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ചിലർക്ക് ഇതൊരു ന്യൂ കണക്ഷനായിട്ട് തന്നെ വരുന്നു എന്ന് കാണിക്കുന്നു. പാസ്റ്റിലുണ്ടായ ചില ബന്ധങ്ങളിൽ നിന്ന് കിട്ടിയ ചില തിരിച്ചടികൾ അതെല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കി ഹീൽ ചെയ്ത് നിങ്ങളൊരു പുതിയ ആളാവുന്ന സമയത്ത് ഒരു ന്യൂ പേഴ്സൻ്റെ എൻട്രി ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്കിത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കാം. ചിലർക്ക് നഷ്ടപ്പെട്ടു പോയ ഒരാൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയൊരു പാർട്ട്ണറിനെ കുറച്ച് കാലത്തിന് ശേഷം തമ്മിൽ അവിചാരിതമായിട്ട് കണ്ടുമുട്ടുന്നു എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ലൈറ്റ് ഹേർട്ടഡ് ആയിട്ടുള്ള ഒരു ലവിനെയൊക്കെ സൂചിപ്പിക്കുന്നു ഇവിടെ. 2026 ഫെബ്രുവരിയൊക്കെ ആവുന്ന സമയത്തേക്ക് ശരിക്കും ഭാരമായിട്ട് കൊണ്ടു നടന്ന ചില ബന്ധങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ച് നിങ്ങൾ ആ ഭാരം ഇറക്കി വെക്കുന്ന ചില ആളുകളെയും ഇവിടെ കാണുന്നുണ്ട്. പുതിയ ആ ഒരു ലവ് എനർജി വരുന്ന ആളുകൾക്കൊക്കെ എന്ന് പറയുന്നത് ഒരു ക്ലീൻ സ്റ്റേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ടീനേജ് ലവ് ഫീൽ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തോന്നുന്ന ലവ് ഒക്കെ വരുന്നതിനുള്ള ഒരു ചാൻസസ് കാണിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പ് സമ്മറി പറയുമ്പോൾ ഇമോഷണൽ ഹീലിംഗ് ആണ് കാണിക്കുന്നത്. പെയിൻഫുള്ളായിട്ടുള്ള വളരെ വേദനാജനകമായിട്ടുള്ള ചില ബന്ധങ്ങളിലുള്ള ക്ലോഷ്യർ. ചിലർക്കിത് ഒരു ഫ്രഷ് സ്റ്റാർട്ടിനെ സൂചിപ്പിക്കുന്നു, ചിലർക്കിത് വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള ഒരു റിന്യൂവലിനെ സൂചിപ്പിക്കുന്നു. ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു ഫ്യൂച്ചർ ഔട്ട്കം എന്താണെന്ന് ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് ദ സ്റ്റാർ കാർഡാണ്. ഒരു വലിയൊരു ഡിവൈൻ കൺഫർമേഷൻ കാർഡാണിത്. നിങ്ങളുടെ ലൈഫ് ഡയറക്ഷൻ വളരെ ക്ലിയറായിട്ട് നിങ്ങളുടെ മുന്നിൽ തെളിയുന്നു. ഇമോഷണൽ പീസൊക്കെ വരുന്നു എന്ന് കാണിക്കുന്നു. ഇന്നർ ഹീലിംഗ് കംപ്ലീറ്റ് ആകുന്ന ചില ആളുകളെ കാണിക്കുന്നു. അതുപോലെ തന്നെ ചിലർക്ക് സ്പിരിച്വലായിട്ടുള്ള അലൈൻമെൻറ്റ് കിട്ടുന്നു എന്നും കാണിക്കുന്നു. 2026 ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ശരിക്കും നിങ്ങളെ ഒന്ന് ലൈറ്റൻ ചെയ്യുന്ന ഒരു മന്ത് തന്നെയാണ്. നിങ്ങൾ നേരത്തെ ചുമന്നുകൊണ്ടിരുന്ന നിങ്ങൾക്ക് സഹിക്കാനാവാത്ത പെയിനുകളെല്ലാം തന്നെ ക്ലൻസ് ചെയ്ത് നിങ്ങളൊരു പുതിയ പാതയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഒരു ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് മുൻപിൽ റെഡിയായി നിൽക്കുന്നു. ന്യൂ ചാപ്റ്റേഴ്സ് എല്ലാം ആരംഭിക്കുന്ന, ഓൾഡ് പാറ്റേൺ എല്ലാം തന്നെ റിലീസ് ചെയ്യുന്ന, ഒരു ഇമോഷണൽ റീബർത്ത് വരുന്ന ഒരു സോൾ ഹീലിംഗ് ആയിരിക്കും 2026 ഫെബ്രുവരി മാസം നിങ്ങൾക്ക് വരാൻ പോകുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ശരിക്കും സഫർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് മതി. നിങ്ങൾ ഈ സമയം എന്ന് പറയുന്നത് ആ സഫറിങ്ങിൻ്റെ എല്ലാം തന്നെയുള്ള ഒരു പ്രതിഫലം നിങ്ങൾ കൈനീട്ടി വാങ്ങേണ്ടുന്ന ഒരു സമയമാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ വളരെ ഡിസേർവിംഗ് ആണ്, അതുപോലെ തന്നെ നിങ്ങൾ വർത്തിയാണ്, നിങ്ങൾ സ്പെഷ്യലാണ്. ഈ ഒരു സമയത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡിവൈൻ ടൈമിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക. അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങൾക്കുള്ള ഫെബ്രുവരി മാസത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ മെസ്സേജ് റെസണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യൂണിവേഴ്സിന് നന്ദി പറയുക. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സിന് മുമ്പിൽ പ്രാർത്ഥനയോടുകൂടി സറണ്ടർ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ കരിയറിനെ സംബന്ധിക്കുന്ന സുപ്രധാനമായ ഒരു തീരുമാനമെടുക്കേണ്ട ഒരു ഘട്ടമൊക്കെ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് ആണ് വളരെ അത്യാവശ്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ഒരുപാട് എനർജീസ് വരുന്ന ഒരു റീഡിംഗ് ആണിത്. അപ്പോൾ തീരുമാനങ്ങളൊക്കെ എടുക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയോട് റെസൊനേറ്റ് ചെയ്യുന്ന ഒരു ടാരോട്ട് റീഡറിനെ സമീപിച്ച് ഒരു ഗൈഡൻസ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എൻ്റെ പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്. നമ്പറിലേക്ക് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതിയാകും. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഫെബ്രുവരി മാസം നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും തന്ന് പ്രപഞ്ചശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.